ഒരിക്കലും ഇന്ദിരാ ക്യാൻറ്റീൻ സമൃദ്ധിക്ക് പകരമല്ല. സമൃദ്ധി ഉണ്ടാവും. സമൃദ്ധി സമൃദ്ധിയായിട്ട് തന്നെ സമൃദ്ധമായി മുന്നോട്ട് കൊണ്ടുവരും. ഒരു പേരും മാറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്താണ് എൻ്റെ പ്രൊജക്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ സമൃദ്ധി ഒരു അപ്ഗ്രേഡ് ചെയ്ത് പോകേണ്ട സംഭവമാണ്. സമൃദ്ധി ബ്രാൻഡായി. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ പോലും ഫുഡ് സപ്ലൈ ചെയ്യാൻ പരിഗണിക്കപ്പെട്ട ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ സമൃദ്ധി എസ്റ്റാബ്ലിഷ്ഡാണ്. അപ്പോൾ അവിടെ നമുക്കിനി ഈ പറയുന്ന സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ മിക്സപ്പ് ചെയ്ത് കയറ്റാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സമൃദ്ധിയുടെ ഒരു സ്ഥല പരിമിതി എല്ലാം അറിയാം. സമൃദ്ധി ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് വളർത്തിക്കൊണ്ടുവരുമ്പോൾ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു ഫാമിലി, അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു കാറിലൊക്കെ വന്ന് അത്രയും നല്ല രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, സാധാരണക്കാരും ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അത്രയും ആ ഒരു ഹൈ ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ കയറുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാക്കി എന്ത് എക്സ്ട്രാ വാങ്ങിയാലും പ്രീമിയം റേറ്റാണ്. ഇപ്പോൾ ഒരു കൂണ് കൊടുക്കുമ്പോഴും അഡീഷണലായിട്ട് നമ്മൾ എന്ത് വാങ്ങിയാലും പ്രീമിയം റേറ്റിലാണ് പോകുന്നത്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 10 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് ഉള്ള സൗകര്യം, വൈകുന്നേരം ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മാത്രം അവിടെ ഉള്ളൂ. അവിടെ വേറൊരു എക്സ്ട്രാ ഐറ്റംസ് നമ്മൾ ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ അത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആളുകൾ വിശന്നിരിക്കാത്ത ഒരവസ്ഥ. സമൃദ്ധിയായിട്ട് ഇത് ക്ലബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സമൃദ്ധിയുടെ ബൈലോ വരേണ്ടതുണ്ട്. സമൃദ്ധി എങ്ങനെ പ്രവർത്തിക്കണം എന്നത് കൃത്യമായി സുതാര്യമായ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്ന രീതിയിൽ ഓപ്പൺ ആവണം അത്. ഇപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓഡിറ്റബിൾ ആക്കണം. CSR ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്കുകൾ വേണം. അതൊക്കെ ഞാൻ ഒരിക്കലും സമൃദ്ധിക്കെതിരല്ല. സമൃദ്ധി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഇനി സമൃദ്ധി നമ്മൾ പ്രീമിയം ബ്രാൻഡ് എന്ന രീതിയിൽ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കും. പക്ഷേ ഇന്ദിരാ ക്യാൻറ്റീൻ നമ്മൾ എല്ലായിടത്തും വ്യാപിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ദിരാ ക്യാൻറ്റീൻ സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്ന ചിലയിടങ്ങളിൽ മാത്രം ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ രീതിയിൽ. സമൃദ്ധി ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്കും ചിലപ്പോൾ വ്യാപിച്ചെന്ന് വരും. ഇന്ദിരാ ക്യാൻറ്റീനിലും കുടുംബശ്രീക്കാർ തന്നെയായിരിക്കുമോ? അങ്ങനെയാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുടുംബശ്രീ വെച്ച് ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു അതും കുടുംബശ്രീയും ശരിക്കും സാധാരണക്കാരായ വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് സ്വയം ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തുടങ്ങിയ, ഞങ്ങളിതിലൊന്നും എതിരല്ല. നല്ല ആശയങ്ങളെന്നും നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാനും കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇപ്പോഴും ഞാനൊരു അയൽക്കൂട്ടത്തിൽ അംഗമായിട്ടുള്ള ഒരു വനിതയാണ്. അപ്പോൾ സ്വാഭാവികം എനിക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. അവർ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് തന്നെ, നമ്മളൊരു ഹോട്ടൽ ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇതുവഴി സ്ത്രീകളുടെ സ്വയം സംരംഭകത്വം, അവർക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാനുള്ള ഒരു അവസരമായി കൂടിയാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. അതായത് UDFന്റെ ഒരു പ്രകടന പത്രികയിലുള്ള ഒരു കാര്യമാണ് ഇന്ദിരാ ക്യാൻറ്റീൻ. UDF ഭരിക്കുന്ന എല്ലായിടത്തും ഇന്ദിരാ ക്യാൻറ്റീൻ കൊണ്ടുവരും എന്നുള്ളത് UDFന്റെ നയമാണ്. സ്വാഭാവികമായും കൊച്ചിൻ കോർപ്പറേഷൻ UDFലേക്ക് കടന്നു വരുമ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ നയങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അത് നിലവിലുള്ള ഒരു നല്ല പ്രൊജക്റ്റിനെയും തകർക്കാനല്ല, നിലവിലുള്ള പ്രൊജക്റ്റുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മൾ വരുമാനം കൂട്ടണം അല്ലെങ്കിൽ ലീക്കേജ് തടയണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സിറ്റിക്കകത്തുള്ള പല ബിൽഡിങ്ങും ഇപ്പോഴും ഓതറൈസ്ഡ് അല്ല, അതിന് നമ്പർ ഇല്ല, അതിനകത്തൊന്നും ടാക്സ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇനി എന്താ ചെയ്യുക? അത് ശരിക്കും ഒരു നമ്മൾ മാപ്പിംഗ് സിസ്റ്റം ചെയ്ത് കംപ്ലീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. നിലവിൽ 3 ഡിവിഷൻ, അതായത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട 3 ഡിവിഷൻ മാത്രമാണ് മുൻ മേയറുടെ സമയത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആ 3 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ബിൽഡിങ്സിൻ്റെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് മുൻ മേയറുടെ സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് മുന്നിരുന്ന മേയർമാരൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത നല്ല കാര്യങ്ങളുടെ തുടർച്ചയാണ് ഞാനും ചെയ്യേണ്ടത്. തീർച്ചയായും അത് 76 ഡിവിഷനിലേക്ക് അത് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. സിറ്റി സെൻറ്റർ എന്ന രീതിയിൽ ഈ സിറ്റിയുടെ നടുവിലുള്ള 3 ഡിവിഷനാണ് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ടുള്ള GISന്റെ മാപ്പിംഗ് ഊരാളുങ്കൽ സൊസൈറ്റിനെ കൊണ്ട് CSML ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നത്. ആ ഏരിയയിൽ നിന്നുള്ള വരുമാന നഷ്ടം, ആ ചോർച്ച എത്രയാണെന്നുള്ളത് റവന്യൂ ഓഫീസറോട് അതിൻ്റെ ഒരു കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ
എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനത് ചോദിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഏകദേശം 10-20ഓളം കെട്ടിടങ്ങൾക്ക് മുൻ കൗൺസിലിൻ്റെ സമയത്ത് തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏരിയ വ്യത്യാസത്തെ സംബന്ധിച്ച്. അത് സാധാരണക്കാരുടെ ചെറിയ ബിൽഡിങ്ങുകളല്ല, ഇവിടെയുള്ള വൻകിട ബിസിനസ്സുകാർക്കും അങ്ങനെയുള്ള ആളുകൾക്കുമാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ ആക്ഷൻസ് ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അത് നമ്മൾ ഈ GICT മാപ്പിങ്ങിലേക്ക് പോകുമ്പോൾ നല്ലൊരു തുക ഒരു ഡിവിഷൻ ചിലവഴിക്കുന്നുണ്ട്. ആ ഡിവിഷനിൽ അങ്ങനെ ചെയ്താൽ അത് നമുക്ക് റിട്ടേൺ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം അത്ര നമുക്ക് ഹ്യൂജ് എമൗണ്ട് ചിലവഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ഡിവിഷൻ ചെയ്തത് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഫീസിബിൾ ആണോ എന്ന് പരിശോധിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്തിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് കോർപ്പറേഷന് ഏറ്റവും നല്ല ഒരു വരുമാന വർധനവിനുള്ള മാർഗം തന്നെയാണ് എന്നാണ് തോന്നുന്നത്. കാരണം പലരും പഴയത് ചെറിയ ബിൽഡിങ്ങിൻ്റെ നമ്പറൊക്കെ ഇട്ട് 5, 6, 7 നിലയൊക്കെ മേളിലോട്ട് പണിതിട്ടുണ്ട്. ഇതുവരെ അതിനൊന്നും നമ്പർ ഇടുന്നതിനോ ടാക്സ് അടക്കുന്നതിനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അത് കാലാകാലങ്ങളായിട്ടുണ്ട്. എല്ലാവരും ഒന്നല്ല, കുറച്ച് പേരെങ്കിലും സമൂഹത്തിൽ നിയമങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരെ നമ്മളുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കോർപ്പറേഷൻ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചാലേ നമുക്ക് വരുമാന വർധനവ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ട്രിവാൻഡ്രത്തും പുതിയ മേയർ വന്നപ്പോൾ ഏറ്റവും ആദ്യം സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു റെന്റിന്റെ. അതെ അതെ അതെ. ഈ റെന്റിന്റെ ഇഷ്യൂലും അതായത് റെന്റിന്റെ ഇഷ്യൂല് നമ്മൾ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വർഷങ്ങളായിട്ടിരിക്കുന്ന ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്ന, അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം. നമ്മൾ അത് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ടെനൻ്റ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ടെൻഡർ ചെയ്യണമെന്ന് പറയുമ്പോഴും അതിനൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്, ബ്ലഡ് റിലേഷൻ ആവശ്യപ്പെട്ടാൽ അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ കൊടുക്കുമ്പോൾ 10% വർധനവൊക്കെയാണ് പറയുന്നത്. അന്ന് 3000 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് എടുത്ത ആൾ 10% വർധനം എന്ന് പറയുമ്പോൾ 1010 ആവുന്നുള്ളൂ, അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ 1100 ആവുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇപ്പോഴത്തെ ഒരു നിരക്ക് വ്യത്യാസം നമുക്കറിയാം. പണ്ട് 1000 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് 10000 രൂപ ഉണ്ടെങ്കിൽ പോലും ആ ഒരു വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റിൽ വന്ന ഒരാൾ വാടകയ്ക്ക് എടുത്താൽ അവർ സബ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ദിവസം 1000-ന്, ദിവസം 800-നാണ്. പക്ഷെ നമ്മൾക്ക് അടക്കുന്നത് ഇപ്പോഴും 5000 രൂപ അടക്കാൻ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. 3000 രൂപ വരെ അടക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം നഗരസഭ നേരിടുന്നുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ ഒരു തീരുമാനമൊക്കെ വരണം. കാരണം സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, പ്രൈം ലൊക്കേഷനിൽ ഇത്ര രൂപ എന്നുള്ള ഹൈക്ക് വന്നാലാണ് അത്തരം നടപടികളിലേക്ക് നമുക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ട് ഒരാൾ മാറുമ്പോൾ 10% തുക കൂടും, അല്ലെങ്കിൽ 5% വാടക വർധനമെന്ന് പറഞ്ഞാലും വർഷങ്ങൾ പോയാലും നമ്മൾ ഈ 10000 രൂപ എത്തില്ല. പൊളിറ്റിക്കലി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇപ്പോൾ 1000 രൂപ ഒരു പെർ ഡേ വാടക സബ്ലെറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരാളാണെങ്കിലും അതിൽ നിന്ന് 100 രൂപ കോർപ്പറേഷനിൽ അടക്കാൻ പറഞ്ഞാൽ അവർക്ക് വിഷമമാണ്. പക്ഷേ നമ്മൾക്ക് കോർപ്പറേഷനും ജനങ്ങളുടെ തന്നെ ഒരു സ്ഥാപനമാണ്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തി പോകേണ്ട സ്ഥാപനമാണ്. അതുകൊണ്ട് എല്ലാവരും ഒറ്റയടിക്ക് വില കൂട്ടി അല്ലെങ്കിൽ റെൻറ്റ് കൂട്ടി ബുദ്ധിമുട്ടിക്കാന്നല്ല വിചാരിക്കുന്നത്. ഒരു സാമ്പത്തിക ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് ഇനി വാടകയ്ക്ക് എടുത്തിട്ട് വാടക അടക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. നമ്മുടെ വാടക അടക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കോർപ്പറേഷൻ അറിഞ്ഞു വരുമ്പോൾ തന്നെ ചിലപ്പോൾ 10-12 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ വേറൊരു കേസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരാ എടുത്തേക്കണെന്നുള്ളത് അറിയില്ല. തൊട്ടടുത്തുള്ള റൂമും കൂടെ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. എന്തായാലും കോർപ്പറേഷൻ്റെ ആസ്തി വികസന രജിസ്റ്റർ കോർപ്പറേഷൻ സ്വന്തമായിട്ട് എന്തുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും. കാരണം നമ്മളിപ്പോൾ ഒരു ബാങ്ക് ലോണിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു സഹായത്തോടൊരു കെട്ടിടം പണിയാൻ പോകുമ്പോൾ ഒക്കെ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്താൻ, ഇപ്പോൾ സിബിൽ സ്കോർ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് അല്ലേ. കോർപ്പറേഷനും ആ ഒരു സിസ്റ്റത്തിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ട്, പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഡാറ്റാ ബാങ്കുകൾ ഉണ്ടാക്കണം. കഴിഞ്ഞ കൗൺസിലും ഈ മുനിസിപ്പൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ വന്നിരുന്നു. ഈ സിബിൽ സ്കോർ അല്ലെങ്കിൽ റേറ്റിംഗ് ഒക്കെ അതിനകത്ത് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിന്റെ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതെ അതെ, അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ അതായത് TJ വിനോദ് MLA ഡെപ്യൂട്ടി മേയർ ആയിരുന്ന സമയത്ത് മുതൽ നമ്മൾ മുനിസിപ്പൽ ബോണ്ട് ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കോർപ്പറേഷൻ അപ്ഗ്രേഡ് ചെയ്ത് വരേണ്ടതുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൗൺസിൽ പീരീഡിലാണ് മുനിസിപ്പൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ
സെബിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു തുടക്കം ഉണ്ടാവണമെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയുന്നത് ഡിവിഷൻ ഫണ്ട് ഡിവിഷൻ ഫണ്ട് ഒഴിവാക്കി എന്നുള്ള തീരുമാനം എടുത്തതാണ്. പക്ഷേ ആ തീരുമാനം ഒരിടത്തെടുത്തപ്പോൾ ജനറൽ ഫണ്ട് അനുവദിക്കുന്നതിന് ഒരു നിയന്ത്രണമില്ലാതെ കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷനിലെ ഡിവിഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഡിവിഷനിൽ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഉണ്ടായിരുന്നു. ജനറൽ ഫണ്ട് വന്നപ്പോൾ ഒരു ഫയൽ തന്നെ 1 കോടിക്ക് മേലിൽ പോയ എത്രയോ ഫയലുകൾ നമ്മുടെ കോർപ്പറേഷൻ നമ്മൾ ആ സമയത്തൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് വരണമെങ്കിൽ, മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് വന്നാലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അത് ചെയ്യണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൃത്യമായി നമുക്ക് വേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു പുറത്തുനിന്നുള്ള എക്സ്പേർട്ടിൻ്റെ സഹായം നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് വരുത്തേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പൽ ബോണ്ട് പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിലവിൽ കോർപ്പറേഷനിലെ എത്രയാണോ നമ്മുടെ കടം അത് നമുക്ക് ഒരുമിച്ച് വീട്ടാൻ സാധിച്ചാൽ, ബാക്കിയുള്ളത് നമുക്ക് കൃത്യമായി മുന്നോട്ട് മാനേജ് ചെയ്ത് പോകാൻ സാധിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നഗരവികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നേരത്തെ ചോദിച്ചില്ലേ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ പ്രതിസന്ധികൾ ഒരു നല്ല കൊച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാവരും സഹകരിക്കുമെന്നാണ് കരുതുന്നത്. വേണം, വേണ്ടി വരും. കാരണം അതായത് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ ഇതിൽ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 1 മാസം ആവണേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്നലെയാണ് എല്ലാ കമ്മിറ്റികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്.